ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള PSCയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന 151 പോസ്റ്റുകൾ അത് ഏതെല്ലാമാണെന്നും അവയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നും നോക്കാം. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാം എന്നും നോക്കാം. അത് തന്നെ നമ്മൾ കേരള PSCയുടെ വെബ്സൈറ്റിൽ കയറുക, keralapsc.gov.in. അപ്പോൾ കേരള PSCയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഫസ്റ്റ് തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് tulasi.psc.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പോകും. അതിൽ മുൻപ് രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ അവർക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടാവും. അതടിച്ചിട്ട് ലോഗിൻ ചെയ്ത് കയറാം. അതല്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായി രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഫോട്ടോയും ഒപ്പും ക്വാളിഫിക്കേഷനിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും ഉള്ളവർക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. യൂസർ ഐഡി എന്ന സ്ഥാനത്ത് നമ്മൾ യൂസർ ഐഡി അടിക്കുക, അതിനുശേഷം പാസ്വേഡ് അടിക്കുക, അതിനുശേഷം ഈ കാണുന്ന കോഡ് ആക്സസ് കോഡ് അതേപോലെ അടിച്ചെടുക്കുക, അതിനുശേഷം ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ പ്രൊഫൈലിലേക്ക് കയറാൻ കഴിയും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻ കാണാം. മൈ പ്രൊഫൈൽ, നോട്ടിഫിക്കേഷൻസ്, മൈ ആപ്ലിക്കേഷൻസ്, അഡ്മിഷൻ ടിക്കറ്റ്, അനൗൺസ്മെൻറ്റ്, കൺഫർമേഷൻ, അഫിഡവിറ്റ്, പ്രൊഫൈൽ മെസ്സേജ്, മൈ റിസൾട്ട്, വില്ലിങ്നെസ്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗമാണ്. പുതുതായിട്ട് 151 എന്നൊരു ചിഹ്നം കാണാം അവിടെ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫുൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതാണ് നമ്മളെ നോട്ടിഫിക്കേഷൻ്റെ സമ്മറി. സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ 21 പോസ്റ്റ്, സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് SR 23 പോസ്റ്റ്, സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് NCA 34 പോസ്റ്റ്, സ്റ്റേറ്റ് വൈഡ് ബൈ ട്രാൻസ്ഫർ ജനറൽ 7 പോസ്റ്റ്, സ്റ്റേറ്റ് വൈഡ് ബൈ ട്രാൻസ്ഫർ NCA 1 പോസ്റ്റ്, ഡിസ്ട്രിക്റ്റ് വൈസ് 15 പോസ്റ്റ്, ഡിസ്ട്രിക്റ്റ് വൈസ് ഡയറക്റ്റ് SR 4 പോസ്റ്റ്, ഡിസ്ട്രിക്റ്റ് വൈസ് ഡയറക്റ്റ് NCA 34 പോസ്റ്റ്, ഡിസ്ട്രിക്റ്റ് വൈസ് ബൈ ട്രാൻസ്ഫർ ജനറൽ 12 പോസ്റ്റ്. ഇങ്ങനെ കാണാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ കുറേ പോസ്റ്റുകളുടെ പേര് കാണാൻ കഴിയും. അതിൽ ഫസ്റ്റ് തന്നെ കാണുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിലാണ്. അതിൻ്റെ കാറ്റഗറി കോഡ് 232/2018 ഇത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇവിടെ ചെക്ക് എലിജിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വിൻഡോയിലേക്ക് പോകും. അവിടെ ഇന്നെലിജിബിൾ എന്ന് കാണിക്കുന്നുണ്ട്. അതിനർത്ഥം നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നാണ്. നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അപ്ലൈ നൗ എന്ന ഓപ്ഷൻ കാണാം. ഇനി ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. BTech സിവിൽ എഞ്ചിനീയറിംഗ്, AMI സെക്ഷൻസ് A and B സിവിൽ എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ BE സിവിൽ എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഡിപ്ലോമ ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് സിവിൽ എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. പിന്നെ അടുത്ത് 235/2018 ലെക്ചർ ഇൻ അപ്ലൈഡ് ആർട്സ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്. MA അപ്ലൈഡ് ആർട്സ്, അതല്ലെങ്കിൽ 10th ലെവൽ കൂടാതെ നാഷണൽ ഡിപ്ലോമ ഇൻ അപ്ലൈഡ് ആർട്സ്, അതല്ലെങ്കിൽ BA അപ്ലൈഡ് ആർട്സ്. ഇതേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. പിന്നെ അടുത്ത് വരുന്നത് 236/2018 ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ BSc ഫിസിയോതെറാപ്പി, അതല്ലെങ്കിൽ 10th ലെവലും കൂടാതെ ഡിപ്ലോമ ഇൻ ഫിസിയോതെറാപ്പിയും, അതല്ലെങ്കിൽ 10th ലെവൽ പ്ലസ് ഫിസിയോതെറാപ്പിസ്റ്റ് അസിസ്റ്റൻറ്റ് ക്ലാസ് 2 ഓഫ് ആംഡ് ഫോഴ്സസ്. ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. പിന്നെ അടുത്ത് വരുന്നത് 237/2018 ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ BCom കോർപ്പറേഷൻ, അതല്ലെങ്കിൽ BA കൂടാതെ HR ഡിപ്ലോമ ഇൻ കോ ഓപ്പറേഷൻ HDC, അതല്ലെങ്കിൽ BSc കൂടാതെ HR ഡിപ്ലോമ ഇൻ കോ ഓപ്പറേഷൻ HDC, അതല്ലെങ്കിൽ BCom പ്ലസ് HR ഡിപ്ലോമ ഇൻ കോ ഓപ്പറേഷൻ HDC, അതല്ലെങ്കിൽ BA സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് സബോർഡിനേറ്റ് JR പേഴ്സണൽ കോ ഓപ്പറേറ്റ് ട്രെയിനിങ് JR ഡിപ്ലോമ ഇൻ കോ ഓപ്പറേഷൻ, അതല്ലെങ്കിൽ BSc പ്ലസ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് സബോർഡിനേറ്റ് ജൂനിയർ പേഴ്സണൽ കോ ഓപ്പറേറ്റീവ് ട്രെയിനിങ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോ ഓപ്പറേഷൻ, അതല്ലെങ്കിൽ BA പ്ലസ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോ ഓപ്പറേഷൻ JDC, അതല്ലെങ്കിൽ BSc പ്ലസ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോ ഓപ്പറേഷൻ JDC, അതല്ലെങ്കിൽ BCom പ്ലസ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോ ഓപ്പറേഷൻ JDC. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ ആ പോസ്റ്റിന് അപേക്ഷിക്കാം. ഇനി അടുത്ത് വരുന്നത് 238/2018 ICDS സൂപ്പർവൈസർ ജനറൽ കാറ്റഗറി.
അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഓൺലി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ. ഇനി അടുത്ത് 239/2018 ട്രാൻസ്ലേറ്റർ മലയാളം ടു ഇംഗ്ലീഷ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ BA ഇംഗ്ലീഷ് ആണ്. അടുത്തത് 240/2018 മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയൻ ഗ്രേഡ് 2. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആണ് BSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ, അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെഡിക്കൽ റെക്കോർഡ് സയൻസ്, അതല്ലെങ്കിൽ 10th ലെവലും ട്രെയിനിങ് ഇൻ മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പിങ്ങും. ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത് വരുന്നത് 241/2018 ഡിസ്ട്രിക്ട് മാനേജർ. അതിൻ്റെ ക്വാളിഫിക്കേഷൻ അതാണ് MA ആൻഡ് 24 months എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ MSc ആൻഡ് 24 months എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ MCOM ആൻഡ് 24 months എക്സ്പീരിയൻസ്. ഇതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. അടുത്ത് 242/2018 ഫിനാൻസ് മാനേജർ പാർട്ട് 1 ജനറൽ കാറ്റഗറി. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആണ് മെമ്പർഷിപ്പ് ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആൻഡ് 60 months എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ICWAI ആൻഡ് 60 months എക്സ്പീരിയൻസ്. ഇനി അടുത്ത് 244/2018 ട്രൈസർ ഓവർസിയർ ഗ്രേഡ് 3. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് എനിക്ക്. അതുകൊണ്ട് ഇവിടെ അപ്ലൈ നൗ എന്ന് കൊടുത്തിരിക്കുന്നു. നമ്മൾ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആണ് 10th ലെവൽ, അതിൻ്റെ കൂടെ ITI ഓർ ITC ഡ്രാഫ്റ്റ് 1 മെക്കാനിക്കൽ, അതല്ലെങ്കിൽ 10th ലെവൽ KGTE ഡ്രോയിങ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ 10th ലെവൽ SSLC ജനറൽ. ഇതായാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ യൂസിങ് ദിസ് ക്വാളിഫിക്കേഷൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ നെയിം ഫോട്ടോയിലുള്ള എങ്ങനെയാണോ അതേപോലെ അടിക്കാൻ പറയും. അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഫോട്ടോയിലുള്ള ഡേറ്റ് അതേപോലെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ ടിക്ക് ഇടാനുണ്ടാവും, ടിക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വരുന്നതിൽ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ആർ യു ക്വാളിഫൈഡ് ഫോർ ദിസ് പോസ്റ്റ് ആസ് പെർ നോട്ടിഫിക്കേഷൻ, അതിൽ യെസ് എന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ എക്സാം എഴുതേണ്ട ഡിസ്ട്രിക്റ്റും സിറ്റിയും സെലക്ട് ചെയ്ത ശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. പിന്നെ അടുത്ത് വരുന്നത് 245/2018 കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10th ലെവൽ KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, അതല്ലെങ്കിൽ 10th ലെവൽ KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, KGTE കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ലോവർ, KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, അതല്ലെങ്കിൽ 10th ലെവൽ KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, KGTE കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഹയർ, KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ. ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ആവുന്നതാണ്. പിന്നെ വരുന്നത് 247/2018 തേർഡ് ഗ്രേഡ് ഓവർസിയർ ട്രൈസർ. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10th ലെവൽ KGTE ഡ്രോയിങ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ 10th ലെവൽ ITI ITC സിവിൽ ഡ്രാഫ്റ്റ് മാൻ, അതല്ലെങ്കിൽ 10th ലെവൽ KGTE ബിൽഡിംഗ് ഡ്രോയിങ് എസ്റ്റിമേറ്റിംഗ് ഹയർ, അതല്ലെങ്കിൽ 10th ലെവൽ KGTE ബിൽഡിംഗ് ഡ്രോയിങ് എസ്റ്റിമേറ്റിംഗ് ലോവർ, അതല്ലെങ്കിൽ 10th ലെവൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 2-year കോഴ്സ് ഫ്രം വുമൺസ് പോളി, അതല്ലെങ്കിൽ 10th ലെവൽ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ 10th ലെവൽ VHSC ഡ്രാഫ്റ്റ്മാൻഷിപ്പ് ആൻഡ് ക്വാണ്ടിറ്റി സർവേയിങ്, അതല്ലെങ്കിൽ 10th ലെവൽ VHSC ബിൽഡിംഗ് ടെക്നോളജി. പിന്നെ അടുത്ത് വരുന്നത് 248/2018 ഡ്രില്ലിംഗ് അസിസ്റ്റൻറ്റ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ITI ITC ഡീസൽ മെക്കാനിക്, അതല്ലെങ്കിൽ ITI ITC മോട്ടോർ മെക്കാനിക്. പിന്നെ അടുത്തത് 249/2018 ബ്ലാക്ക് സ്മിത്ത് ഗ്രേഡ് 2. അതിൻ്റെ ക്വാളിഫിക്കേഷൻ NTC ബ്ലാക്ക് സ്മിത്തി. പിന്നെ അടുത്ത് വരുന്നത് 250/2018 സ്റ്റോഴ്സ് ഓഫീസർ. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് ആൻഡ് 24 months എക്സ്പീരിയൻസ്. പിന്നെ അടുത്ത് വരുന്നത് 251/2018 ക്യൂറേറ്റർ. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് MA ആന്ത്രോപോളജിയാണ്, MA ആന്ത്രോപോളജി. പിന്നെ അടുത്ത് വരുന്നത് 252/2018 സ്റ്റോഴ്സ് മാനേജർ ഗ്രേഡ് 2. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആണ് ഗ്രാജുവേറ്റ് ലെവൽ MCOM ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് 36 months എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ MCOM മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് 36 months എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ MBA ആൻഡ് 36 months എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് 36 months എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് 36 months എക്സ്പീരിയൻസ്. പിന്നെ അടുത്ത് വരുന്നത് 254/2018 കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. അതിൻ്റെ ക്വാളിഫിക്കേഷൻ 10th ലെവൽ
KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ. അതല്ലെങ്കിൽ 10th ലെവൽ KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, KGTE കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഹയർ. ഇതെല്ലാം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അടുത്ത് വരുന്നത് 255/2018 ട്രൈസർ. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 2 year കോഴ്സ്, അതല്ലെങ്കിൽ KGCE സിവിൽ എഞ്ചിനീയറിംഗ്. അടുത്ത് വരുന്നത് 256/2018 ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2. അതിൻ്റെ ക്വാളിഫിക്കേഷൻ 10th ലെവൽ KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. അതല്ലെങ്കിൽ 10th ലെവൽ MGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, MGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഈ ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത് വരുന്നത് 257/2018 സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ജനറൽ കാറ്റഗറി. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ലെവൽ KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, KGTE ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവർ, KGTE ഷോർട്ട് ഹാൻഡ് മലയാളം ലോവർ, സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്. ഈ ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ആയിട്ട് വിളിക്കുന്ന പോസ്റ്റുകൾ. മൊത്തം 21 പോസ്റ്റുകളാണ് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റിൽ. ഇനി അടുത്തതായിട്ട് ഡിസ്ട്രിക്റ്റ് വൈസ് ഡയറക്റ്റ് ജനറൽ 15 പോസ്റ്റുകളുണ്ട്. അതേതെല്ലാം നോക്കാം. 266/2018 സ്റ്റാഫ് നേഴ്സ് അലോപ്പതി. അതിന് ക്വാളിഫിക്കേഷൻ വരുന്നത് 10th ലെവൽ സർട്ടിഫിക്കറ്റ് ഇൻ ജനറൽ സിക്ക് നേഴ്സിംഗ് 3 years or more, സക്സസ്ഫുൾ ട്രെയിനിങ് ഇൻ മിഡ്വൈഫറി 6 months or more, രജിസ്ട്രേഷൻ വിത്ത് കേരള നേഴ്സ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ. അതല്ലെങ്കിൽ 10th ലെവൽ സർട്ടിഫിക്കറ്റ് ഇൻ ജനറൽ സിക്ക് നേഴ്സിംഗ് 3 years or more, ഷോർട്ട് ടൈം കോഴ്സ്, രജിസ്ട്രേഷൻ വിത്ത് കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ. ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിന് അപേക്ഷിക്കാം. അടുത്തത് 267/2018 സേവിംഗ് ടീച്ചർ ഹൈസ്കൂൾ. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10th ലെവൽ KGTE ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ നീഡിൽ വർക്ക്സ് ആൻഡ് ഡ്രസ് മേക്കിംഗ് ഹയർ, KTECT. അതല്ലെങ്കിൽ 10th ലെവൽ MGTE ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ നീഡിൽ വർക്ക്സ് ആൻഡ് ഡ്രസ് മേക്കിംഗ് ഹയർ, KTECT. അതല്ലെങ്കിൽ 10th ലെവൽ KGTE ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈലറിംഗ് ഹയർ, KTECT. അതല്ലെങ്കിൽ 10th ലെവൽ MGTE ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈലറിംഗ് ഹയർ, KTECT. അടുത്ത് വരുന്നത് 270/2018 ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻക്രിസ്റ്റ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ 10th ലെവൽ BA സാൻക്രിസ്റ്റ്, KTECT. അതല്ലെങ്കിൽ 10th ലെവൽ ടൈറ്റിൽ ഓഫ് ഓറിയന്റൽ ലേണിംഗ് ഇൻ സാൻക്രിസ്റ്റ്, KTECT. അതല്ലെങ്കിൽ 10th ലെവൽ ഓറിയന്റൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് സാൻക്രിസ്റ്റ്, KTECT. അതല്ലെങ്കിൽ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ ഇൻ സാൻക്രിസ്റ്റ്, KTECT. അതല്ലെങ്കിൽ 10th ലെവൽ പ്രീ ഡിഗ്രി സാൻക്രിസ്റ്റ് ഓപ്ഷണൽ, KTECT. ഇതേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത് വരുന്നത് 271/2018 UP സ്കൂൾ അസിസ്റ്റൻറ്റ് തമിഴ് മീഡിയം. അതിൻ്റെ ക്വാളിഫിക്കേഷൻ 10th ലെവൽ TTC തമിഴ്, KTECT. അതല്ലെങ്കിൽ പ്രീ ഡിഗ്രി TTC തമിഴ്, KTECT. അതല്ലെങ്കിൽ +2 TTC തമിഴ്, KTECT. അതല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ B.Ed തമിഴ്, KTECT. അതല്ലെങ്കിൽ 10th ലെവൽ TTC തമിഴ് CTECT. അതല്ലെങ്കിൽ 10th ലെവൽ TTC തമിഴ് NET ആർട്സ്. ഇതേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തത് LP സ്കൂൾ അസിസ്റ്റൻറ്റ് തമിഴ് മീഡിയം, കാറ്റഗറി കോഡ് 272/2018 ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലേക്കാണ്. മസ്റ്റ് സ്പീക്ക് റീഡ് റൈറ്റ് ഇൻ തമിഴ്. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്തത് 274/2018 കന്നഡ ട്രാൻസ്ലേറ്റർ കാസർഗോഡ് ജില്ലയിലേക്കാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ വരുന്നതാണ് റീഡ് റൈറ്റ് ഇൻ കന്നഡ. അടുത്ത് വരുന്നത് 275/2018 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആലപ്പുഴ ജില്ലയിലേക്ക് വേണ്ടിയിട്ടാണ്. 10th ലെവൽ D.Pharm, രജിസ്ട്രേഷൻ വിത്ത് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. അടുത്ത് വരുന്നത് 276/2018 വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2 14 ജില്ലകൾക്ക് വേണ്ടിയുള്ള പോസ്റ്റാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ 40% മാർക്കോടെ SLC വിജയമാണ്, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. അടുത്ത് വരുന്നത് 277/2018 കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 14 ജില്ലകൾക്ക് വേണ്ടിയുള്ള എക്സാമാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ 10th ലെവൽ KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ, KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, KGTE ഷോർട്ട് ഹാൻഡ് ലോവർ, KGTE ഷോർട്ട് ഹാൻഡ് മലയാളം ലോവർ, സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്. ഇതെല്ലാമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ.
പിന്നെ അടുത്ത വരുന്നത് 279/2018 ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2. 4 ജില്ലകൾക്ക് വേണ്ടിയിട്ടാണ് എക്സാം. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്. 10th ലെവൽ TB ഹെൽത്ത് വിസിറ്റേഴ്സ് കോഴ്സ്. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. അടുത്ത വരുന്നത് 280/2018 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. 14 ജില്ലകളിലേക്കും വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്. 10th ലെവൽ KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ, സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്. അതല്ലെങ്കിൽ 10th ലെവൽ സർവീസ് ആസ് ക്ലർക്ക് ഓർ റൈറ്റർ ഇൻ ഡിഫൻസ് ഫോഴ്സ്. 15 വർഷം അതിൽ കൂടുതലാവും. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത് വരുന്നത് 282/2018 LD ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്ലർക്ക്, എക്സ് സർവീസ്മെൻ ഓൺലി. 6 ജില്ലകൾക്ക് വേണ്ടിയിട്ടാണ് എക്സാം. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആണ് മസ്റ്റ് ബി ആൻ എക്സ് സർവീസ് പേഴ്സണൽ. പിന്നെ അടുത്ത് വരുന്നത് 283/2018 ഇലക്ട്രീഷ്യൻ. കോഴിക്കോട് ജില്ലയിലേക്ക് വേണ്ടിയാണ് എക്സാം. 10th ലെവൽ ITC ഇലക്ട്രീഷ്യൻ വയർമാൻ ലൈസൻസ്. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. പിന്നെ അടുത്ത് വരുന്നത് 284/2018 ലൈൻമാൻ. ആലപ്പുഴ ജില്ലയിലേക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ 10th ലെവൽ KGT ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് പവർ ഹയർ. അതല്ലെങ്കിൽ 10th ലെവൽ MGTE ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് പവർ ഹയർ. അതല്ലെങ്കിൽ 10th ലെവൽ NTC ഇലക്ട്രീഷ്യൻ. അതല്ലെങ്കിൽ 10th ലെവൽ സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതല്ലെങ്കിൽ 10th ലെവൽ സിറ്റി ആൻഡ് ഗൈഡ്സ് എക്സാമിനേഷൻ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതല്ലെങ്കിൽ 10th ലെവൽ ഗ്രേഡ് 3 സർട്ടിഫിക്കറ്റ് ആസ് ഇലക്ട്രീഷ്യൻ ഓർ ലൈൻമാൻ. ഇതാണ് ലൈൻമാൻ്റെ ക്വാളിഫിക്കേഷൻ. പിന്നെ അടുത്ത് വരുന്നത് 285/2018 പെയിൻറ്റർ. കോഴിക്കോട് ജില്ലയിലേക്കാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് NTC പെയിൻറ്റർ ജനറൽ ആൻഡ് 60 months എക്സ്പീരിയൻസ്. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇപ്പോൾ ഇതെല്ലാമാണ് 15 പോസ്റ്റുകൾ. ഡിസ്ട്രിക്റ്റ് വൈസ് ഡയറക്റ്റ് ജനറൽ ആയിട്ടുള്ള 15 പോസ്റ്റുകളാണിത്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.